സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ. ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകി വരുന്ന സമയം, ആ കരുണ പ്രാപിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം, ആ കരുണ ഏറ്റെടുത്ത് മറ്റുള്ളവരിലേക്ക് ആ കരുണ എത്തിക്കുവാൻ വിളിക്കപ്പെട്ടവരായി നമ്മൾ നമ്മുടെ ദൗത്യം മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്ന സമയം, ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയം, ജീവിക്കുന്ന ദൈവത്തെ ദിവ്യകാരുണ്യത്തിൽ കണ്ടുകൊണ്ട് ആ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ഒന്ന് നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് ദൈവത്തെ സ്വതന്ത്രമായിട്ട് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, അങ്ങ് വലിയവനാണ്. സർവശക്തനായ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ആ നാമം വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണയായിരിക്കണമേ, ലോകം മുഴുവനോടും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ, ജീവിത പ്രശ്നങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്ന ഈ സമയം ഞങ്ങളുടെ മേൽ അവിടുത്തെ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ഒന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സ്വസ്ഥാനങ്ങളിരിക്കാം. അല്പസമയം വചന വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ആ കരുണയുടെ ജപമാലയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവുകയാണ്. നമുക്കറിയാവുന്നതുപോലെ പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമെന്ന് പറയാം യേശുക്രിസ്തു. യേശുവിൻ്റെ ജീവിതത്തിലേക്ക്, യേശുവിൻ്റെ പ്രവൃത്തികളിലേക്ക്, പ്രവർത്തനങ്ങളിലേക്കെല്ലാം നോക്കുമ്പോൾ നമ്മൾ കാണുന്നു പിതാവായ ദൈവത്തിൻ്റെ കരുണ ലോകത്തിന് എടുത്തു കാണിക്കാൻ എപ്പോഴും പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. നമ്മളേതാനും വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കരുണ കാണിച്ച യേശുവിനെ നമുക്ക് അവിടെ തിരിച്ചറിയാൻ പറ്റും. ദൈവം കാരുണ്യവാനാണെന്ന് യേശു വ്യക്തമാക്കിയ ഏതാനും ചില വചനഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനമെടുക്കുമ്പോൾ മർക്കോസ് 2:17 നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. ആരോഗ്യവാന്മാർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാൻ വന്നത് ആ രോഗികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ആരോഗ്യവാന്മാർക്കല്ല, വൈദ്യനെ കൊണ്ട് ആവശ്യം രോഗികൾക്കാണ് എന്ന് പറഞ്ഞാൽ പാപികളോട്, രോഗികളോട് കരുണ കാണിച്ച ഒരു വ്യക്തിയായിട്ട് യേശുക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാരുണ്യത്തിൻ്റെ മുഖം യേശു തന്നെ വെളിപ്പെടുത്തിയ ഒരു വചനഭാഗമാണ് നമ്മളിവിടെ കാണുക. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 30 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, വിശക്കുന്നവരോട്, വലയുന്നവരോട് അനുകമ്പ തോന്നിയ ഒരു ദൈവമാണ് യേശുക്രിസ്തു. അവർക്ക് വിശക്കുന്നുണ്ട്, ദിവസങ്ങളായിട്ട് അവരെൻ്റെ പിന്നാലെ വരുന്നു, അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവരോട് അലിവ് തോന്നി അങ്ങനെ ഒരു കാര്യം സംസാരിക്കുന്ന യേശുവിനെയാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുക. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുക. പറയുന്നുണ്ട്, നമ്മുടെ അവസ്ഥ ദൈവം മനസ്സിലാക്കി നമുക്കായി പ്രവർത്തിക്കും, നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അത് നമ്മുടെ രോഗാവസ്ഥയാണേലും, വിശക്കുന്ന അവസ്ഥയാണേലും, അതുപോലെ തന്നെ നമ്മുടെ ദൗർബല്യങ്ങളാണേലും
അവിടെയെല്ലാം നമ്മളെ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മെ കൂടെ നിർത്തുന്ന ഒരു വ്യക്തിയായിട്ട് യേശുക്രിസ്തുവിനെ നമുക്ക് ഈ വചനഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വചനം. മത്തായി 6:34 നമ്മൾ കാണുന്നത് മറ്റൊരവസരത്തിൽ യേശു കരുണ കാണിക്കുന്നതായിട്ടാണ്. ചില വ്യക്തികളെ കണ്ടിട്ട്, ജനതയെ കണ്ടിട്ട് കർത്താവ് പറയാണ്, ഇവര് ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ്. ഇടയനില്ലാത്ത ആടുകളെ പോലെ എനിക്ക് അവരോട് അനുകമ്പ തോന്നുന്നു, കരുണ തോന്നുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ കർത്താവ് കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളെ ഞാൻ അനാഥരായി വിടുകില്ല എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ നമുക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടേക്കാം, മക്കളെ നഷ്ടപ്പെട്ടേക്കാം, ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടേക്കാം, നമ്മൾ ഒരുപാട് ആശ്രയിച്ചിരുന്ന വ്യക്തികളെ നഷ്ടമായേക്കാം, ഒരുപക്ഷെ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുള്ള, മനസ്സിലാക്കി കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളെ ചിലപ്പോൾ നഷ്ടമായി എന്ന് വരും. അവിടെയും കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നീ അനാഥനാകത്തില്ല, നിന്നെ ഞാൻ അനാഥനായി വിടുകയില്ല. അവരൊക്കെ നിന്നെ കൈവിട്ടു പോയാലും ഞാൻ നിന്നെ കൈക്കൊള്ളും, ഞാൻ നിന്നോട് കൂടി ഉണ്ടാവും. സങ്കീർത്തനം 27 10-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന കാര്യം അതാണ്, അപ്പനും അമ്മയും നിന്നെ കൈവിട്ടാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. പറയുണ്ട്, മറ്റാരെയുംകാൾ നമുക്ക് കണ്ണടച്ച് വിശ്വസിച്ച് സൗഹൃദം കൂടാവുന്നത് യേശുവുമായിട്ടാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുമില്ല. പറയുന്നുണ്ട്, നമുക്ക് കരുണ കിട്ടാനോ, സ്നേഹം കിട്ടാനോ, അംഗീകാരം കിട്ടാനോ, സപ്പോർട്ട് കിട്ടാനോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവമാണ്, യേശുക്രിസ്തുവാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം. യോഹന്നാൻ 11:33 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ 33 മുതൽ 35 വരെ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് ലാസറിൻ്റെ കുഴിമാടത്തിൽ നിന്ന് കണ്ണുനീർ പൊടിക്കുന്ന യേശുക്രിസ്തുവിനെ. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവൻ്റെ സുഹൃത്തായിരുന്ന ലാസർ മരിച്ചു. അതിനേക്കാൾ ഉപരി ആ ലാസറിൻ്റെ സഹോദരിമാർ മർത്തായും മറിയവും, അവരുടെ വേദന, അവരുടെ നഷ്ടബോധം എത്ര വലുതാണ് എന്ന് യേശു മനസ്സിലാക്കി. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമായിട്ട് യേശുക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും, നമ്മുടെ കുടുംബാംഗങ്ങളിൽ വന്നാലും, അവിടെയെല്ലാം ദൈവം നമ്മുടെ കൂടെ നിൽക്കും, ദൈവം നമ്മെ സഹായിക്കും, സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിന് വലിയ ഒരു തെളിവായിട്ട് നമുക്ക് ഈ വചനഭാഗത്തെ എടുക്കാൻ പറ്റും. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, മാരകമായ ഒരു രോഗാവസ്ഥ, ഒരു തീരാവ്യാധി അത് ബാധിച്ചിരുന്ന ഒരു വ്യക്തിയെ നമ്മളവിടെ കാണുന്നുണ്ട്. അതാണ് കുഷ്ഠരോഗി. ഈ കുഷ്ഠരോഗി യേശുവിൽ വിശ്വാസമർപ്പിച്ചു. ഈ കുഷ്ഠരോഗി റിസ്ക് എടുത്ത് യേശുവിൻ്റെ അടുത്ത് എത്തുന്നത് കാണാൻ സാധിക്കും. എന്നിട്ട് അവൻ പറഞ്ഞൊരു കാര്യം, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ പറ്റും. അത് കണ്ടത്, അവൻ്റെ വിശ്വാസം കണ്ടത്, കർത്താവ് പറഞ്ഞൊരു കാര്യം, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്നാണ്. പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾ, മാറാവ്യാധികൾ അവ വന്നാൽ പോലും നമ്മൾ അനാഥരാകുന്നില്ല. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതിന് പരിഹാരമായിട്ട് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, ആ ഒരു ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ലൂക്ക 7-ാം അധ്യായം 36 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു അവസ്ഥ. കൊടും പാപിനിയായ ഒരു സ്ത്രീ, വളരെ മാരകമായ പാപത്തിൽ വീണുപോയ ഒരു സ്ത്രീ, അവള് യേശുവിൻ്റെ കാൽക്കലിരുന്ന് കണ്ണുനീര് കൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകുന്നു, മുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുന്നു, എന്നിട്ട് നല്ല വിലപിടിപ്പുള്ള സുഗന്ധ തൈലം ആ പാദങ്ങളിൽ പൂശുന്നു. നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് അവിടെ പ്രകടമായത്.
ആ ഒരു പാപാവസ്ഥയിൽ പോലും അവള് യേശുവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനും യേശുവിൻ്റെ സ്നേഹം ഏറ്റെടുക്കുന്നതിന് അവളെ തന്നെ എളിമപ്പെടുത്താനും ഇടവരുന്നത് നമുക്ക് കാണാൻ പറ്റും. പറയുണ്ട്, നമ്മുടെ പാപം ഗൗരവമുള്ള പാപമായിരിക്കാം, ആഴമായ വലിയ മാരകമായ പാപത്തിലേക്ക് വീണുപോയവരാണ് നമ്മളെങ്കിലും ദൈവം കാരുണ്യവാനാണ്. ആ കരുണയുടെ മുഖമാണ് യേശുക്രിസ്തുവിൽ നമ്മൾ കാണുക. ആ യേശുവിൻ്റെ മുഖമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അവസാനമായിട്ട് നമുക്ക് എടുക്കാവുന്നൊരു വചനഭാഗമാണ് ലൂക്ക 7-ാം അധ്യായം 14 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, മകനെ നഷ്ടമായ ഒരു വിധവ. അവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിലേറെ വേദനകൾ അവർക്കുണ്ടായിരുന്നു. ഭർത്താവ് നഷ്ടപ്പെട്ടു. അങ്ങനെ ആ വേദനയിൽ കഴിയുമ്പോൾ മറ്റൊരു വേദന കൂടി അവർക്ക് വരുന്നത് കാണാൻ പറ്റും. അവളുടെ മകനും മരിക്കുന്ന ആ ഒരു രംഗം. ഇനി അവളുടെ സഹനം വളരെ വലുതാണ്, വേദന വളരെ വലുതാണ്, അവളുടെ ഹൃദയത്തിൻ്റെ ഭാരം വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കി യേശു അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. മരണപ്പെട്ട മകനെ വീണ്ടും ജീവനിലേക്ക് നയിച്ച് അവനെ ആ അമ്മയ്ക്ക് നൽകുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതാവസ്ഥ എന്ത് തന്നെയാണേലും യേശു നമ്മുടെ കൂടെയുണ്ട്. യേശു കരുണ കാണിക്കുന്ന ദൈവമാണ്. യേശു പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ്. അതുകൊണ്ട് അവനിൽ വിശ്വാസം അർപ്പിക്കുകയും അവനിലേക്ക് തിരിയുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ കരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടും. ഈ കരുണ ലോകത്തിൻ്റെ മേൽ വർഷിക്കപ്പെടും. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളുമെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് ഏറ്റെടുക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഏറ്റെടുക്കണമേ. ഞങ്ങൾക്കും ലോകം മുഴുവനും ആവശ്യമായ അവിടുത്തെ കാരുണ്യം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മയും നമ്മുടെ കുടുംബത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ അപേക്ഷിക്കണമേ. ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.